രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു വമ്പൻ രാഷ്ട്രീയ ബോംബ് അണിയറയിൽ ഒരുങ്ങുകയാണ്. കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും CPM തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഏറ്റവും ഒടുവിൽ പയറ്റാൻ പോകുന്ന ആയുധം VS ഫാക്ടർ തന്നെയാണ്. വിപ്ലവവും ആദർശവും പ്രസംഗിക്കുന്ന പാർട്ടി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏത് തരം താഴ്ന്ന കളിക്കും തയ്യാറാകുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് VS. അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ മത്സരരംഗത്തിറക്കാനുള്ള നീക്കം, ഈ നീക്കത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന തന്ത്രങ്ങളും അധികാരമോഹവും ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. എവിടെ പോയി ആ പഴയ വിരുദ്ധത? ഒരു കാലത്ത് VS അച്യുതാനന്ദനെ രാഷ്ട്രീയമായി തളയ്ക്കാൻ അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാറിനെതിരെ പാർട്ടിയിലുള്ളവർ തന്നെ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. IHRD നിയമനവും ലോട്ടറി വിവാദവും ഉയർത്തിക്കാട്ടി VSനെ ശ്വാസം മുട്ടിച്ചവർ ഇന്ന് അതേ മകനെ തന്നെ രക്ഷകനായി കാണുന്നത് പരിഹാസ്യമല്ലേ? അന്ന് അരുൺകുമാറിനെ ആലപ്പുഴയിൽ നിന്നും മാറ്റി നിർത്താൻ ചരട് വലിച്ചവർ ഇന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കാത്തു നിൽക്കുന്നത് ആദർശം കൊണ്ടല്ല, മറിച്ച് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന പാർട്ടിയുടെ അടിത്തറ ഭദ്രമാക്കാനാണ്. ഇത് രാഷ്ട്രീയ അവസരവാദത്തിന്റെ പാരമ്യമാണ്. BJP പേടി തന്നെയാണ് ഇതിന് പിന്നിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റം CPMന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. സിറ്റിംഗ് സീറ്റുകളിൽ പോലും വിജയം അസാധ്യമാണെന്ന തിരിച്ചറിവാണ് പാർട്ടിയെ ഇത്തരമൊരു ഗതികെട്ട തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിഭയുടെ പ്രതിച്ഛായ മങ്ങിയതും BJP അവിടെ കരുത്ത് തെളിയിച്ചതും നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള കരുത്തരായ സ്ഥാനാർത്ഥികൾ BJPക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവിടെ VSന്റെ മകൻ വന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാനാകൂ എന്ന നിസ്സഹായ അവസ്ഥയിലാണ് ഇന്ന് പാർട്ടിയുള്ളത്. പിന്നെ മലമ്പുഴയിലേക്ക് വന്നാൽ VS പതിറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ച മണ്ഡലം, അവിടെ C കൃഷ്ണകുമാറിലൂടെ BJP വൻ മുന്നേറ്റമാണ് നടത്തിയത്. VSന്റെ ചിത്രം വെച്ച് വോട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ മലമ്പുഴ കൈവിട്ടു പോകുമെന്ന് പിണറായി വിജയനും സംഘവും ഭയപ്പെടുന്നുണ്ട്. തങ്ങളുടെ പരാജയം മുന്നിൽ കാണുമ്പോൾ മാത്രം VS എന്ന വികാരം വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. സുധാകരനും ഗ്രൂപ്പ് പോരും അതിലേക്ക് വരുമ്പോൾ തകരുന്ന ആലപ്പുഴ, അതായത് ആലപ്പുഴയിലെ CPMന്റെ തകർച്ച പൂർണ്ണമാണ്. സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്നതും താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ തമ്മിലടിക്കുന്നതും LDFന് വലിയ ഭീഷണിയാണ്. ഈ ഭിന്നത മറികടക്കാൻ അരുൺകുമാറിനെ പോലെ ഒരു പേര് ഉയർത്തിക്കൊണ്ടുവരുന്നത് വെറുമൊരു ഇമേജ് ബിൽഡിംഗ് തന്ത്രം മാത്രമാണ്. ഹാട്രിക് വിജയം എന്ന സ്വപ്നം പൂവണിയാൻ പാർട്ടിയിൽ ഇപ്പോൾ ആദർശമില്ല. പകരം കുടുംബവാഴ്ചയെ പോലും കൂട്ടുപിടിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു. കസേര ഉറപ്പിക്കാൻ ഏത് തരം താഴ്ന്ന കളിയും അവർ കളിക്കും. LDF സർക്കാർ ഇന്ന് നേരിടുന്നത് വലിയ ഭരണവിരുദ്ധ വികാരമാണ്. ജനക്ഷേമത്തെക്കാൾ അധികാരം നിലനിർത്തുന്നതിലാണ് അവർക്ക് താല്പര്യം. പാർട്ടിക്ക് വേണ്ടി രക്തം ചിന്തിയ സാധാരണ പ്രവർത്തകരെ തഴഞ്ഞുകൊണ്ട് അധികാരം നിലനിർത്താൻ VSന്റെ മകനെ കൊണ്ടുവരുന്നത് വിപ്ലവ പാർട്ടിയുടെ അധപ്പതനമാണ് സൂചിപ്പിക്കുന്നത്. അരുൺകുമാർ സജീവ രാഷ്ട്രീയത്തിലില്ല, പാർട്ടി അംഗം പോലുമല്ല. എന്നിട്ടും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്?